കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ സാലിഹ്, പരപ്പനങ്ങാടി സ്വദേശി സാദിഖ് പി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. രണ്ടുപേരെയും കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 7-ാം തീയതിയാണ് കാലിക്കറ്റ് എയർപോർട്ടിൽ യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവരാൻ 5 വ്യത്യസ്ത സംഘങ്ങളിലായി ക്രിമിനലുകൾ എത്തിയത്. അന്ന് 13 പേരെ പോലീസ് പിടികൂടിയെങ്കിലും ചില സംഘങ്ങൾ രക്ഷപ്പെട്ടിരുന്നു. കവർച്ചാ സംഘം ലക്ഷ്യം വെച്ചതെന്ന് കരുതിയ തിരൂർ സ്വദേശി സുബൈറിനെ വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ DRI കസ്റ്റഡിയിലെടുത്തെങ്കിലും സ്വർണം കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് വിട്ടയച്ചു. പിന്നാലെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കേസിന്റെ ഗതി മാറ്റിയ ആ രഹസ്യം പുറത്തുവന്നത്. താനല്ല യഥാർത്ഥ കരിയറെന്നും മറ്റൊരു യാത്രക്കാരനെ എസ്കോർട്ട് ചെയ്യുക മാത്രമായിരുന്നു തന്റെ ജോലിയെന്നും സുബൈർ വെളിപ്പെടുത്തി. ഇതിന് തൊട്ടു പിന്നാലെയാണ് അതേ വിമാനത്തിൽ വന്ന മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് സൽമാൻ സാലിഹിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പരാതി നൽകുന്നത്. രക്ഷപ്പെട്ട കവർച്ചാ സംഘങ്ങൾ സൽമാനെ തട്ടിക്കൊണ്ടുപോയെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എന്നാൽ അടുത്ത ദിവസം സൽമാനെ കണ്ടെത്തി ചോദ്യം ചെയ്തതോടെ പോലീസും ഞെട്ടി. കവർച്ചാ സംഘങ്ങളെയും സ്വർണ്ണക്കടത്ത് മാഫിയയെയും ഒരുപോലെ കബളിപ്പിച്ച സൽമാൻ സ്വർണവുമായി മുങ്ങുകയായിരുന്നു. ആദ്യം അർജുൻ നായങ്കിയുടെ കൂട്ടാളിയായ അഭിജിത്ത് വഴി 40 ലക്ഷം രൂപയ്ക്ക് സ്വർണം മറിച്ചു നൽകാനായിരുന്നു സൽമാന്റെ പ്ലാൻ. എന്നാൽ പിന്നീട് നിലമ്പൂർ സ്വദേശിയായ സുഹൃത്തിന്റെ പദ്ധതി പ്രകാരം പരപ്പനങ്ങാടി സ്വദേശി സാദിഖ് ഏർപ്പാടാക്കിയ ഷബി എന്നയാൾക്ക് സ്വർണം കൈമാറാൻ തീരുമാനിച്ചു. കിട്ടുന്ന തുക തുല്യമായി വീതിച്ചെടുക്കുകയായിരുന്നു ലക്ഷ്യം. എയർപോർട്ടിന് പുറത്തിറങ്ങിയ സൽമാൻ കാത്തുനിന്ന ഷബിയുടെയും സുഹൃത്ത് സാലിയുടെയും കാറിൽ കയറി രക്ഷപ്പെട്ടു. തുടർന്ന് നിലമ്പൂരിലെ ഒരു വീട്ടിലെത്തി സാദിഖിനെയും കൂട്ടി നേരെ എറണാകുളത്തേക്ക് തിരിച്ചു. എറണാകുളത്തെ ലോഡ്ജ് മുറിയിൽ വെച്ച ട്രോളി ബാഗ് കുത്തിപ്പൊളിച്ച സ്വർണം പുറത്തെടുത്ത് പങ്കിട്ടെടുത്തെന്നാണ് സൽമാൻ പോലീസിനോട് സമ്മതിച്ചത്. സൽമാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരപ്പനങ്ങാടി സ്വദേശി സാദിഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കേസിൽ കള്ളക്കടത്ത് സ്വർണം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.